ഹലോ ഗായ്സ്, അപ്പോൾ എന്നത്തെ പോലെ ഇന്ന് കേട്ടോ 2-3 ദിവസമായിട്ട് മഴയാണല്ലോ. അപ്പോൾ ഇന്നും അതന്നെ അവസ്ഥ. നല്ലൊരു മഴ തോർന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ നീറ്റത്. ജനൽ തുറന്ന ഉടനെ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. അവന് നല്ല ഉറക്കത്തിലാണ്. ഇന്ന് നല്ല പുട്ടൊക്കെ കണ്ടിട്ടുണ്ടാക്കിന്. പുട്ട്, ഇന്നലത്തെ ചിക്കൻ കറി അടിപൊളി. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചത് തന്നെ മതി. പിന്നെ ഒന്ന് 2 അനിയത്തിയോളം ഇവിടെ ഇല്ല കേട്ടോ, അവർ കോഴിക്കോട് പോയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് പുട്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ പുട്ട് മതി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മഴ നിൽക്കണ തന്നെ ഇല്ല, മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. എപ്പോഴും ഇന്നൊരു മഴ തോർന്നിട്ടേ ഇല്ല അന്ന്. അങ്ങനെ പിന്നെ മോൾക്ക് ഞാൻ ആദ്യം ബ്രഷൊക്കെ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഓക്കെ സെറ്റല്ലേ? സെറ്റ് ഓക്കെ സെറ്റ് സെറ്റ് ഇങ്ങനെയൊക്കെ യെസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോൾക്ക് ഇതാ പുട്ടും പിന്നെ ചായയിലിട്ടിട്ട് കൊടുത്തു കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ഇട്ട് കഴിച്ചിരുന്നത്. ഇതാകുമ്പോൾ പിന്നെ കറിയൊന്നും വേണ്ടല്ലോ, അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഓൾക്കും കൊടുക്കുകയും പിന്നെ അതാ മഴയോട് മഴ, ആകെ മഴ മൊത്തത്തിൽ. പിന്നെ ഇന്നത്തെ ദിവസം ഒന്നാമതൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉപ്പാൻ്റെ ഉമ്മാക്ക് വയ്യാതെ സോഡിയം കുറവും ഇങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ തീരെ വയ്യ. അപ്പോൾ ഉമ്മാക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ പെട്ടെന്ന് ഉമ്മാനെ ഇങ്ങനെ എളിമ വിളിച്ച് ഇങ്ങനെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ വേഗം പോയിട്ടാ. ഇങ്ങനെ ശിഹാബ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വല്യമ്മ. ഇൻഷാ അല്ലാഹ് വല്യമ്മക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യും. പിന്നെ അങ്ങനെ ഉച്ചക്കത്തെ പണികളൊക്കെ ഞാനാട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഉമ്മ അങ്ങനെ പോയി. ഞാൻ പെട്ടെന്ന് ഇപ്പാക്ക് ഒരു ചെറിയൊരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചെറിയൊരു തക്കാളി കൂട്ടാനും പിന്നെ ചിക്കന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടാട്ടോ പൊരിച്ചത്. അപ്പോൾ അതങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ. പിന്നെ എണ്ണ ഒഴിച്ച് പൊരിക്കാനുള്ള പാടില്ല. പിന്നെ ഇന്നത്തെ ചോറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ മോൾക്ക് ഭക്ഷണം കൊടുക്കലും മോനെ നോക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഉമ്മ വന്നു. അപ്പോൾ പിന്നെ ഉമ്മ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.